ആശുപത്രി കിടക്കയിൽ പോലും തന്റെ മകനോട് ഒരു തരി സ്നേഹം പോലും ഉമ്മാക്ക് കുറഞ്ഞിരുന്നില്ല. തന്നെ കഴുത്ത് നെരിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടും അത് പരാജയപ്പെട്ടപ്പോൾ ചുറ്റിയെ കൊണ്ട് തലക്കടിച്ച് കൊന്നു എന്നുറപ്പ് വരുത്തി ഇറങ്ങിപ്പോയ മകന് ആശുപത്രിയിൽ ഡോക്ടർമാരും പോലീസും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ കിടക്കയിൽ നിന്ന് തലയടിച്ച് നിലത്ത് വീണതാണ് എന്നാണ് ആ ഉമ്മ പറഞ്ഞത്. ആ ഉമ്മാന്റെ സ്നേഹത്തിന്റെ ഒരു തരിയെങ്കിലും മകനുണ്ടായിരുന്നുവെങ്കിൽ ഈ കൊല അവൻ ചെയ്യുമായിരുന്നു. എങ്ങനെയാണ് ഇതിന് ധൈര്യം വരുന്നത്? സ്വന്തം ഉമ്മയെ കൊല്ലുന്നു, സ്വന്തം അനിയനെ ഇഷ്ടപ്പെട്ട ഭക്ഷണമായ കുഴിമന്തി വാങ്ങിക്കൊടുത്ത് അവനെയും കൊല്ലുന്നു, സ്വന്തം വാപ്പാന്റെ ഉമ്മയെ കൊല്ലുന്നു, വാപ്പാനെ പോലെ കാണുന്ന വാപ്പാന്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠന്റെ ഭാര്യയെയും കൊല്ലുന്നു. ഇങ്ങനെയെല്ലാം കൊല്ലുന്ന ധൈര്യം തരുന്നത് ലഹരിയാണെങ്കിൽ ഇവൻ എന്തുകൊണ്ട് മരണപ്പെട്ടില്ല? ഇവന്റെ മരണത്തിൽ ഇവൻ എങ്ങനെ പരാജയപ്പെട്ടു പോയി? എങ്ങനെ ഇവൻ പോലീസിനോട് കീഴടങ്ങാൻ എനിക്ക് മനസ്സ് വന്ന്? അപ്പോൾ ഇവനിക്ക് ബോധമുണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യാനുള്ള കാരണം സാമ്പത്തിക ബാധ്യതയാണ് പോലും. കൊറോണ സമയത്ത് തന്റെ വാപ്പ വരുത്തി വെച്ച കടമാണ് പോലും ഇവൻ ഇങ്ങനെയുള്ള ചെയ്യാനുള്ള കാരണം. അവന്റെ വെറും മുട്ടുനായമാണത്. 23 വയസ്സുള്ള ഇവൻ എങ്ങനെ കടബാധ്യത ഇവനക്ക് ബാധിക്കും, എങ്ങനെ ചിന്ത വരും എന്ന് പറയാനുള്ള കാരണം ഇവന്റെ സ്വന്തം വാപ്പ 7 വർഷമായി സ്വന്തം മക്കളെയും കാണാതെ പ്രവാസിയായിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം നാടും വീട്ടുകാരും കുടുംബക്കാരെയും എല്ലാവരെയും വിട്ട് പ്രവാസിയായി അങ്ങ് ദൂരെ ഇരിക്കുന്ന ആ മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം ആരോ ഫോൺ വിളിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ ന്യൂസിൽ കാണുകയാണ്, സ്വന്തം ഭാര്യയെ കൊന്നിരിക്കുന്നു, സ്വന്തം മകനെ കൊന്നിരിക്കുന്നു, സ്വന്തം ജ്യേഷ്ഠനെ സ്വന്തം അനിയനെ കൊന്നിരിക്കുന്നു, അനിയന്റെ ഭാര്യയെ കൊന്നിരിക്കുന്നു, സ്വന്തം ഉമ്മയെ കൊന്നിരിക്കുന്നു. കൊന്നത് സ്വന്തം മകനാണ് എന്ന് കേൾക്കുമ്പോ ആ മനുഷ്യന്റെ വേദന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കുടുംബത്തിലുള്ള എല്ലാവരെയും തൻ്റെതെന്ന് കരുതുന്ന തൻ്റെ കൂടപ്പിറപ്പുകളെ, തൻ്റെ സ്വന്തം രക്തബന്ധങ്ങളെ പോലും കൊന്നത് സ്വന്തം രക്തമാണ് എന്ന് കരുതുമ്പോൾ, കേൾക്കുമ്പോൾ ആ വാപ്പാക്കുണ്ടാകുന്ന വേദന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി കാരണക്കാരനായ ഇവനാണെങ്കിലോ പുഞ്ചിരിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ താൻ ചെയ്ത കുറ്റങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞ് കയ്യും കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. വാപ്പ നാട്ടിലുണ്ടെങ്കിൽ ആ വാപ്പാനെയും അവൻ കൊല്ലുമായിരുന്നു. രക്തബന്ധത്തെയും സ്വന്തം മാതാവിനെയും കൊല്ലാൻ ഒരു മടിയുമില്ലാത്തവൻ പുറത്തിറങ്ങിയാൽ എല്ലാവരെയും അവൻ കൊല്ലും. കൊല്ലാൻ ഒരു മടിയുമില്ലാത്തവനാണ് അവൻ. പുറത്തിറങ്ങുമെന്ന് അവനിക്കും ഉറപ്പുണ്ടെന്നേ. ഇതിനേക്കാൾ കൊല ചെയ്തവർ ഇന്നീ നാട്ടിൽ പുറത്തിറങ്ങിയിരിക്കുന്നു, വീണ്ടും കൊല ചെയ്തിരിക്കുന്നു, വീണ്ടും ജയിലിലേക്ക് പോയിരിക്കുന്നു. ജയിലിൽ എന്താണ് ശിക്ഷ ലഭിക്കുക എന്ന് അവനിക്കറിയാം, എന്താണ് ഭക്ഷണ രീതി എന്ന് അവനിക്കറിയാം. അവനിക്കൊരു ചുക്കും സംഭവിക്കില്ല എന്ന് അവനിക്കറിയാം. ഇങ്ങനെയുള്ളവർ അകത്ത് പോയാൽ മാനസിക രോഗി എന്ന ലേബലിൽ പെട്ടെന്ന് പുറത്തിറങ്ങും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മാനസിക രോഗി കൊല ചെയ്താൽ എന്താ കൊലയാവില്ലേ? ഇങ്ങനെയുള്ളവർ വീണ്ടും സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇവനിക്ക് എങ്ങനെയാ മാനസികം വന്നത്? കഞ്ചാവും MDMA ഓടിച്ച് ഒരാൾ കൊല ചെയ്ത് കുറ്റം സമ്മതിക്കുമ്പോൾ, ഒന്നിൽ കൂടുതൽ കൊല ചെയ്ത് ഒരാൾ കുറ്റം സമ്മതിക്കുമ്പോൾ അവനെ പെട്ടെന്ന് തൂക്കിലേറ്റാൻ എന്നാണ് നമ്മുടെ കോടതി ഉത്തരവിടുക? നിങ്ങളൊന്ന് പറയൂ, എപ്പോഴാണ് അവസാനമായി നമ്മൾ തൂക്കിലേറ്റിയത്? എത്രയോ വർഷങ്ങൾ മുന്നേ. ഈയിടയ്ക്ക് ഒരു തൂക്കിലേറ്റാന്ന് പറഞ്ഞ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. തൂക്കിലേറ്റിയോ? അവൾ പുറത്താണ്, പറയേണ്ട കാര്യമില്ലല്ലോ. വരും തലമുറ ലഹരിക്കടിമയാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ആരംഭിച്ചത് മുതൽ 25 വയസ്സിന് താഴെയുള്ളവർ കൊന്നു തള്ളിയത് 14 പേരെയാണ്. കടിമയായി ഇനിയും ഒരുപാട് അഫാന്മാരുണ്ടായേക്കാം. ഇവർക്കെതിരെ ശക്തമായ നടപടി കോടതി എടുക്കണം. കേട്ടാൽ വിറയ്ക്കുന്ന വിധി ഈ അഫാന് നൽകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ആർക്കും ആരെയും കൊല്ലാൻ അധികാരമില്ലാന്നേ. കൊന്നു എന്ന് ഉറപ്പ് വരുമ്പോൾ, കൊന്നു എന്ന് കുറ്റം സമ്മതിക്കുമ്പോൾ അവനെയും കൊല്ലണം, തൂക്കിലേറ്റണം. അങ്ങനെയുള്ള വിധി നമ്മുടെ നാട്ടിലും വരണം. അവനത് ചെയ്യാതിരിക്കുകയുള്ളൂ. നാട്ടിൽ നമ്മളെ പോലുള്ളവർ പുറത്തിറങ്ങി നടക്കാൻ നമുക്കും ധൈര്യം ലഭിക്കുകയുള്ളൂ.